വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. എല്ലാ മക്കൾക്കും സൈലന്റ് ലേണിംഗിൽ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ ക്രിസ്മസ് എക്സാമിനേഷനൊക്കെ അടിപൊളിയായിട്ട് എല്ലാവരും എഴുതിയെന്ന് വിശ്വസിക്കുകയാണ്. ഉഷാറായിട്ട് എഴുതിയെന്ന് വിശ്വസിക്കുന്നു. നമുക്കിനി ഫിസിക്സിന്റെ ഊഴമാണ്. ഫിസിക്സിൽ നമുക്ക് സെറ്റാക്കണം. അടിപൊളിയായിട്ട് ഫിസിക്സ് നമുക്ക് ക്രാക്ക് ചെയ്യാൻ നമ്മളിതാ പോവുകയാണ്. ഈ ഒരു വീഡിയോ ഞാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ എൻ്റെയർലി ഓരോ ചാപ്റ്ററിൽ നിന്ന് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഒന്ന് ഓടിച്ച് പറയാനായിട്ട് ശ്രമിക്കുകയാണ്. ഉറപ്പായും ഇതിൽ നിന്ന് ഡബിൾ പാസ് ഉറപ്പിക്കാം. ഡബിൾ പാസ് മാത്രമല്ല, ഒരു പക്ഷേ നമ്മുടെ എക്സാമിനേഷന് വരുന്ന മുഴുവൻ എന്ന് പറയുന്നില്ല, ഒരു 90% ക്വസ്റ്റ്യനും ഒരു പക്ഷേ ഈ ഇത്രയും ടോപ്പിക്കിൽ തന്നെ ആയിരിക്കാം. അപ്പോൾ കുറഞ്ഞത് ഡബിൾ പാസും കുറപ്പിക്കാം. കൂടിപ്പോയാൽ നമുക്ക് ഒരു 90% മാർക്ക് A+ ലെവലിലുള്ള ക്വസ്റ്റ്യൻ വരെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ നേരെ നമ്മുടെ വീഡിയോയിട്ട് കിടക്കുകയാണ്. അതിന് മുന്നോടിയായിട്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്, എല്ലാ മക്കളിലോട്ടും ഈ വീഡിയോ നിങ്ങൾ എന്ത് ചെയ്യണം, ഷെയർ ചെയ്ത് കൊടുക്കണം. അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ കമൻറ്റ് ആണ് മക്കളെ എൻ്റെ ഒരു എനർജി എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യുന്ന വിശ്വസിക്കുന്നു. നമുക്ക് ഓരോ ടോപ്പിക്കിലോട്ട് ഓരോ ചാപ്റ്ററെ ഒന്ന് ഓടി നടക്കാം, ഇന്ന് പഠിച്ചിട്ട് വരാം. റെഡി? ആദ്യമായി നമ്മൾ നോക്കാൻ പോകുന്നത്, നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്ററായ യൂണിറ്റ് ആൻഡ് മെഷർമെന്റിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിട്ട് പോകേണ്ടതാണ്. ഒരു മാർക്കിന് ചോദിക്കുന്നതാണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ. ഉറപ്പായും ചോദിക്കും. ചിലപ്പോൾ ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരിക്കും എക്സാമിന് എന്ത് ചെയ്യുന്നത് ചോദിക്കുന്നത്. ഇതിന് അടുത്ത ടോപ്പിക്കിലൂടെ പ്രിൻസിപ്പൽ ഹോമോജിനിറ്റി ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് പ്രിൻസിപ്പൽ ഹോമോജിനിറ്റി പറയുന്നത്. ഒരു ഇക്വേഷൻ മാത്തമാറ്റിക്കൽ കറക്റ്റ് ആണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഡയമെൻഷനും റൈറ്റ് ഹാൻഡ് സൈഡ് ഡയമെൻഷൻ എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. പ്രിൻസിപ്പൽ ഹോമോജിനിറ്റിയുടെ സ്റ്റേറ്റ്മെന്റ് ചോദിക്കുക. ഈ ചാപ്റ്ററിൽ നിന്നും ഏത് പ്രിൻസിപ്പിൾ ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ വന്നാൽ കണ്ണും പൂട്ടി എഴുതിക്കുക, അത് പ്രിൻസിപ്പൽ ഹോമോജിനിറ്റിയാണ്. കാരണം ഈ ചാപ്റ്ററിനകത്ത് ഒരൊറ്റ പ്രിൻസിപ്പിൾ മാത്രമേ ഉള്ളൂ. എങ്കിൽ അതിന്റെ ആപ്ലിക്കേഷന് വരുന്ന ഡെറിവേഷൻ ആണ്. ഒരു ഇക്വേഷൻ ഡെറിവ് ചെയ്യാൻ ചോദിക്കും. ഇവിടെ ഞാൻ സെൻട്രിപെറ്റൽ ഫോഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ എക്സാമിന് ചോദിക്കുന്നത് ടൈം പീരീഡ് ഓഫ് സിമ്പിൾ പെൻഡും ആയിരിക്കും. അപ്പോൾ രണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചിട്ട് പോവുക. പ്രിൻസിപ്പിൾ ഹോമോജിനിറ്റി, അതിന്റെ ആപ്ലിക്കേഷന് വരുന്ന ടു ഡിറൈവ് ആൻ ഇക്വേഷൻ. റെഡിയല്ലേ മക്കളെ? അപ്പോൾ ഇപ്പോൾ സെൻട്രിപെറ്റൽ ഫോഴ്സിന്റെ ആ ഇക്വേഷൻ ഡെറിവേഷൻ ആണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. നിങ്ങൾ പറ്റുന്ന ഈ സെൻട്രിപെറ്റൽ ഫോഴ്സിന്റെ ആ ഡെറിവേഷൻ ഒന്ന് പഠിച്ചിട്ട് പോവുക. ദെൻ അടുത്തത് നമ്മുടെ തേർഡ് ചാപ്റ്ററായ മോഷൻ സ്ട്രെയിറ്റ് ലൈൻ ആണ്. എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഏറ്റവും ടോപ്പ് മോസ്റ്റ് പോയിന്റ് നമുക്കറിയാം, ഒരു ബോഡിയുടെ വെലോസിറ്റി 0 ആകും, ആ ബോഡിക്ക് ആക്സിലറേഷൻ ഉണ്ടാകും. അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഇങ്ങനെയാണ്, എപ്പോഴാണ് ഒരു ബോഡിക്ക് അല്ലെങ്കിൽ ഒരു ബോഡിക്ക് വെലോസിറ്റി 0 ആയിരിക്കുമ്പോൾ ആക്സിലറേഷൻ ഉണ്ടാകുമോ എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ എഴുതി വെച്ചോളൂ. ടോപ്പ് മോസ്റ്റ് പോയിന്റ് വെലോസിറ്റി 0 ബട്ട് സ്റ്റിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അതിനുശേഷം ഈ ചാപ്റ്റർ അറിഞ്ഞിരിക്കേണ്ടതാണ്, പൊസിഷൻ ഡയഗ്രാഫിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് വെലോസിറ്റി ആണ്. അതേപോലെ തന്നെ വെലോസിറ്റി ഡയഗ്രാഫിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് ആക്സിലറേഷൻ ആണ്. അതേപോലെ തന്നെ ഏരിയ അണ്ടർ വെലോസിറ്റി ഡയഗ്രാഫ് എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ആണ്. ദെൻ ഈ ചാപ്റ്ററിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് നിങ്ങൾ നോക്കിയിട്ട് പോകേണ്ട ഡെറിവേഷൻ ആണ് S=ut + half at² ഡെറിവേഷൻ. പൊസിഷൻ ഡയഗ്രാഫിൽ നിന്ന് നമുക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റും. എല്ലാ മക്കളും എന്ത് ചെയ്യുക, ഇത് പഠിച്ചിട്ട് പോവുക. ദെൻ പ്രൊജക്ടൈൽ മോഷൻ ആണ്. മോഷനെ പ്ലെയിനിൽ നമ്മൾ പഠിച്ചിട്ട് പോകേണ്ടത്. പ്രൊജക്ടൈൽ മോഷന് 3 ഡെറിവേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ചില 3 ഡെറിവേഷൻ ചോദിക്കാം. എന്താണ്? ടൈം ഓഫ് ഫ്ലൈറ്റ്, ഹൊറിസോണ്ടൽ റേഞ്ച്, അതേപോലെ തന്നെ മാക്സിമം ഹൈറ്റ്. ഈ 3 ഡെറിവേഷൻ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണം, പഠിച്ചിട്ട് പോവുക. ടൈം ഓഫ് ഫ്ലൈറ്റ് വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ എഴുതിയിരിക്കുന്നു. അതേപോലെ തന്നെ ഹൊറിസോണ്ടൽ റേഞ്ചിന്റെ ആ ഡെറിവേഷൻ നിങ്ങൾ നോക്കിയിട്ട് പോവുക. വെറും 4 സ്റ്റെപ്പുകൾ മാത്രമേ ഇവിടെ എഴുതിയിട്ടുള്ളൂ. ഈ 4 സ്റ്റെപ്പ് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ സ്റ്റെപ്പ് എഴുതിയാൽ, ഈ പടം വരച്ചാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, മാർക്ക് കിട്ടും. പിന്നെ ഒരു കാര്യം കൂടി നോക്കുക, മാക്സിമം റേഞ്ച് പോകണമെങ്കിൽ 45 ഡിഗ്രി അറിയണം. അതേപോലെ തന്നെ സെയിം റേഞ്ച് പോകണമെന്നുണ്ടെങ്കിൽ ഒരു ആംഗിൾ തീറ്റ ആണെങ്കിൽ അടുത്തത് 90 - θ എറിഞ്ഞാൽ സെയിം റേഞ്ച് പോകുന്നതായിരിക്കും. പിന്നെ മാക്സിമം ഹൈറ്റിന്റെ ആ ഒരു ഡെറിവേഷൻ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചിട്ട് പോവുക. എല്ലാത്തിനും 4 സ്റ്റെപ്പുകൾ മാത്രമേ ഉള്ളൂ. ഈ 4 സ്റ്റെപ്പെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം മക്കളെ, പഠിച്ചിട്ട് വേണം എക്സാമിന് കയറാൻ. ദെൻ അടുത്തത് നമ്മൾ പോവുകയാണെങ്കിൽ നമ്മുടെ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷൻ മോഷൻ ആണ്. യെസ്, അവിടുന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, ഇൻ പ്യൂർ റൊട്ടേഷൻ മോഷൻ എവരി പാർട്ടിക്കിൾ ഹാവ് ദി സെയിം ആംഗുലർ വെലോസിറ്റി അറ്റ് എനി ഇൻസ്റ്റന്റ്. ദിസ് സ്റ്റേറ്റ്മെന്റ് ഇസ് ട്രൂ ഓർ ഫാൾസ്. അതായത് ഒരു ബോഡി റൊട്ടേഷൻ മോഷൻ ആണെങ്കിൽ അതിന്റെ ആംഗുലർ വെലോസിറ്റി എന്തായിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും. ഒരു ബോഡി ലീനിയർ മോഷനിലാണെങ്കിൽ, ട്രാൻസ്ലേഷൻ മോഷൻ ആണെങ്കിൽ ആ ബോഡിയുടെ ലീനിയർ വെലോസിറ്റി എന്തായിരിക്കും മക്കളെ, കോൺസ്റ്റന്റ് ആയിരിക്കും. അത് നിങ്ങൾ നോക്കിയിട്ട് പോവാം. പിന്നെ സെന്റർ ഓഫ് മാസുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. സെന്റർ ഓഫ് മാസ് എന്താണെന്ന് പഠിച്ചിട്ട് പോകുക. ഒരു ബോഡിയുടെ എല്ലാ മാസും കോൺസെൻട്രേറ്റ് ചെയ്യുന്ന പോയിന്റാണ് നമ്മൾ സെന്റർ ഓഫ് മാസ് എന്ന് പറയുന്നത്. സെന്റർ ഓഫ് മാസ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ അതിനുശേഷം നമുക്കറിയാം ടോർക്കിന്റെ എക്സ്പ്രഷൻ ഉണ്ട്. ടോർക്ക് ടോ = എന്താണ്, R×F. അതെല്ലാ മക്കളും പഠിച്ചിട്ട് പോവുക. ടോർക്കും അതേപോലെ തന്നെ ആംഗുലാർ മൊമെന്റും തമ്മിലുള്ള ഈ ഡെറിവേഷൻ ഉറപ്പായും മറ്റന്നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ കാണുന്നതായിരിക്കും. ടോ = dL/dt എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആണ്. അതിനുശേഷം വരുന്ന ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് നിങ്ങൾ പഠിച്ചിട്ട് പോവുക. ടോർക്ക് ഒന്നും കൊടുക്കുന്നില്ല എങ്കിൽ ഒരു ബോഡിയുടെ ആംഗുലാർ മൊമെന്റം കോൺസ്റ്റന്റ് ആയിരിക്കും. L = I⍵ കോൺസ്റ്റന്റ്. മൊമെന്റ് ഓഫ് ഇനർഷ്യ കുറഞ്ഞാൽ ആംഗുലാർ വെലോസിറ്റി കൂടും. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. ഒരു കുട്ടി ഇങ്ങനെ കറങ്ങുന്നു, ഒരു കുട്ടി ഇങ്ങനെ കറങ്ങുന്നു. ഇങ്ങനെ കറങ്ങുമ്പോൾ എന്താ സംഭവിക്കുന്നത്, മൊമെന്റ് ഓഫ് ഇനർഷ്യ കുറഞ്ഞു, ആംഗുലാർ വെലോസിറ്റി കൂടും. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം ആണ്. ദെൻ
അടുത്തത് നമുക്ക് വർക്ക് എനർജി ആൻഡ് പവറിലോട്ട് പോവുകയാണെങ്കിൽ വർക്ക് എനർജി ആൻഡ് പവറിനകത്ത് 2 മാർക്കിന് ഉറപ്പായും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് പോസിറ്റീവ് വർക്ക്, നെഗറ്റീവ് വർക്ക്, സീറോ വർക്ക്. ഇത് കണ്ടുപിടിക്കാൻ നിങ്ങൾ അറിയണം. പോസിറ്റീവ് വർക്ക് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇപ്പോൾ കുറച്ച് എക്സാമ്പിളാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ നോക്കിയാൽ ആ ഫ്രിക്ഷൻ ചെയ്യുന്ന വർക്ക് നെഗറ്റീവ് ആണ്. ഒരു പേഴ്സൺ ഒരു വാളിനെ പുള്ള് ചെയ്യുന്ന വർക്ക് എന്തായിരിക്കും? സീറോ ആയിരിക്കും. അതേപോലെ തന്നെ ഒരു ലോഡ് ക്യാരി ചെയ്യുന്ന മാൻ ചെയ്യുന്ന വർക്ക് സീറോ ആയിരിക്കും. അതേപോലെ തന്നെ ഒരു ബോഡി ഗ്രാവിറ്റിയുടെ ഇൻഫ്ലുവൻസ് ആയിട്ട് വീഴുന്ന പോസിറ്റീവ് വർക്ക് ആയിരിക്കും. അതേപോലെ തന്നെ നമ്മളുടെ ഒരു ബക്കറ്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു കിണറ്റിൽ നിന്ന് വെള്ളം നമ്മൾ കോരിയെടുക്കുന്നു, ഗ്രാവിറ്റി എന്ന വർക്ക് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അതേപോലെ സെൻട്രിപിറ്റൽ ഫോഴ്സ് എന്ന വർക്ക് എന്തായിരിക്കും? അവിടെ സീറോ ആയിരിക്കും. അതേപോലെ തന്നെ ഒരു ബോഡീനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ലിഫ്റ്റ് ചെയ്യുന്നു, മുകളിലോട്ട് ലിഫ്റ്റ് ചെയ്യുന്നു, നമ്മൾ ചെയ്യുന്ന വർക്ക് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അതേപോലെ തന്നെ ഒരാൾ എന്ത് ചെയ്യുന്നു, ഒരു ക്യാരിങ് ഹെഡ് ഓൺ ഹിസ് അതായത് ഒരാൾ എന്ത് ചെയ്യുകയാണ്, ഒരു സ്റ്റെയർ കേസ് കയറി മുകളിലോട്ട് എന്ത് ചെയ്യുന്നു? പോകുന്നു. അപ്പോൾ അയാളല്ല ഗ്രാവിറ്റി ചെയ്യുന്ന വർക്ക് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. റെഡി അല്ലേടാ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് പഠിച്ചിട്ട് പോവുക, ഇമ്പോർട്ടൻ്റ് ആണ്. റെഡി അല്ലേടാ മക്കളെ? യെസ്. സോറി, ഇത് ലാസ്റ്റത്ത് ക്ലൈംബിംഗ് ഡൗൺ ദ സ്റ്റെയർ കേസ് ആണ്. ക്ലൈംബിംഗ് ഡൗൺ ആണെങ്കിൽ എന്തായിരിക്കും അവിടെ? നെഗറ്റീവ് ആണ്. ഗ്രാവിറ്റി എന്ന വർക്ക് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. റെഡി? അടുത്ത് ഈ ചാപ്റ്ററിനകത്ത് ഏറ്റവും മുന്നോട്ട് പഠിച്ചിട്ടുള്ള ഡെറിവേഷൻ ആണ്. എന്താണ്? ഫ്രീലി ഫാളിംഗ് ബോഡിയുടെ അല്ലെ, ഒരു ബോഡി ഫ്രീലി ഫാളിംഗ് ആണെങ്കിൽ അതിനകത്ത് ടോട്ടൽ മെക്കാനിക്കൽ എനർജി എപ്പോഴും എന്തായിരിക്കും അവിടെ മക്കളെ? കൺസർവ് ആയിരിക്കും. എല്ലാ മക്കളും പഠിച്ചിട്ട് പോകേണ്ട വെരി ഇമ്പോർട്ടൻറ്റ് ഡെറിവേഷൻ ആണ്. എ എന്ന് പറയുന്ന പോയിന്റിൽ നമുക്ക് ടോട്ടൽ എനർജി mgh എന്ന് കിട്ടും. അതേപോലെ ബി എന്ന് പറയുന്ന പോയിന്റിൽ നമുക്ക് ടോട്ടൽ എനർജി mgh എന്ന് കിട്ടും. അതേപോലെ സി എന്ന് പറയുന്ന പോയിന്റിൽ നമുക്ക് ടോട്ടൽ എനർജി എന്ത് കിട്ടും? mgh കിട്ടും. ഈ ഡെറിവേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ പഠിച്ചിട്ട് തന്നെ എക്സാമിനേഷന് കയറാം. പിന്നെ ടൈപ്പ് ഓഫ് കൊളീഷൻ, ഇലാസ്റ്റിക്, ഇൻഇലാസ്റ്റിക്, അതേപോലെ പെർഫെക്റ്റ് ഇലാസ്റ്റിക് കൊളീഷൻ. ഈ 3 കൊളീഷനും എന്താണെന്ന് അറിയുക. ഇലാസ്റ്റിക് കൊളീഷന് ഏത് കൊളീഷൻ എടുത്താലും അവിടെ മൊമെന്റം കൺസർവ് ചെയ്യും. ഇലാസ്റ്റിക് കൊളീഷൻ ആണെങ്കിൽ അവിടെ കൈനറ്റിക് എനർജിയും മൊമെന്റവും കൺസർവ് ചെയ്യും. പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളീഷൻ ആണെങ്കിൽ അവിടെ കൈനറ്റിക് എനർജി കൺസർവ് ചെയ്യത്തില്ല. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് കൊളീഷൻ ആണെങ്കിൽ അവിടെ കൈനറ്റിക് എനർജി കൺസർവ് ചെയ്യത്തില്ല. പക്ഷേ ആഫ്റ്റർ കൊളീഷൻ ദേ സ്റ്റിക്ക് ടുഗദർ. രണ്ടുപേരും ഒട്ടിപ്പിടിച്ചായിരിക്കും മുന്നോട്ടേക്ക് പോകുന്നത്. എക്സാമ്പിൾ, മഡ് ത്രോൺ ഓൺ എ വാൾ. റെഡി? ദെൻ അടുത്തത് ലോസ് ഓഫ് മോഷൻ ഒരു ചാപ്റ്ററാണ്. ചാപ്റ്റർ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മാറി കിടക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. ലോസ് ഓഫ് മോഷനകത്ത് നിങ്ങൾ നോക്കിയിട്ട് പോകേണ്ടത് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ തന്നെയാണ്. ഫസ്റ്റ് ലോ ഓഫ് മോഷൻ എക്സാമിന് ലോ ഓഫ് ഇനർഷ്യയായിട്ട് ബന്ധപ്പെട്ട ഒരു ആപ്ലിക്കേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതായിരിക്കും, ഉറപ്പാണ്. ഇനർഷ്യ എന്താണെന്ന് പഠിക്കുക, ടൈപ്പ് ഓഫ് ഇനർഷ്യ പഠിക്കുക, അതിൻ്റെ ആപ്ലിക്കേഷൻ പഠിക്കുക. 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ അവിടുന്ന് ചോദിക്കുന്നതാണ്. ദെൻ അടുത്തത് സെക്കൻഡ് ലോ ഓഫ് മോഷൻ ആണ്. F is equal to എന്താണ് മക്കളെ? dp/dt. ഫോഴ്സ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം. പഠിച്ചിട്ട് പോകാൻ ഡെറിവേഷൻ F is equal to m 2 മാർക്കിന് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. പിന്നെ ലോ ഓഫ് കൺസർവേഷൻ മൊമെന്റം പലപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ്. ഒരു ബോഡിക്ക് ഫോഴ്സ് ഒന്നും കൊടുക്കുന്നില്ല എങ്കിൽ മൊമെന്റം കോൺസ്റ്റന്റ് ആയിരിക്കും. ഇമ്പോർട്ടൻറ്റ് 2 മാർക്ക്. അതിൻ്റെ ഡെറിവേഷൻ നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചിട്ട് തന്നെ പോകണം. പിന്നെ ഈ ചാപ്റ്ററിൽ വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ഡെറിവേഷനാണ്. സർക്കുലർ ലെവൽ റോഡിലൂടെ ഒരു കാർ പോകുമ്പോൾ അതിന് അറ്റൈൻ ചെയ്യാൻ പറ്റുന്ന മാക്സിമം വെലോസിറ്റിയും, അതേപോലെ തന്നെ ഒരു ബാങ്കിങ് ഓഫ് റോഡും, ഒരു ബാങ്ക് റോഡിലൂടെ ഒരു കാർ പോകുമ്പോൾ അതിന് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം വെലോസിറ്റി ഡെറിവേഷൻ. 2 ഡെറിവേഷൻ പഠിച്ചിട്ട് പോവാ. വളരെ കുറഞ്ഞ സ്റ്റെപ്പുകൾ മാത്രമേ സാർ എഴുതിയിട്ടുള്ളൂ. ഇതെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം മക്കളെ? പഠിച്ചിട്ട് വേണം എക്സാമിന് കയറാൻ. ഇനി യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ, നമ്മൾ ഗ്രാവിറ്റേഷൻ ചാപ്റ്ററിൽ കഴിഞ്ഞാൽ അവിടെ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ ഉറപ്പായി നിങ്ങൾ എന്ത് ചെയ്യേണ്ടതാണ്? പഠിച്ചിട്ട് പോകേണ്ടതാണ്. അതിൻ്റെ ഇക്വേഷൻ നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചിട്ട് പോകേണ്ടതാണ്. പിന്നെ അവിടെ വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഡെറിവേഷനാണ് ഡെപ്തും അതേപോലെ ഹൈറ്റും. നോക്കിയാൽ ഒരു ബോഡി h ഹൈറ്റിൽ ഇരിക്കുമ്പോൾ അതിൻ്റെ ആക്സിലറേഷൻ ഗ്രാവിറ്റിയാണ് g × 1 - 2h/r. എല്ലാവരും ഈ ഒരു ഡെറിവേഷൻ 4 സ്റ്റെപ്പേ ഉള്ളൂ. ഈ ഡെറിവേഷൻ എന്ത് ചെയ്യുക? എല്ലാ മക്കളും പഠിച്ചിട്ട് പോവുക. ദെൻ അടുത്ത് ഞാൻ കൊടുക്കുന്നത് ഓർബിറ്റൽ വെലോസിറ്റി ആണ്. ഓർബിറ്റൽ വെലോസിറ്റിയുടെ എക്സ്പ്രഷൻ v0 = √gr എന്ന് പറഞ്ഞ ഡെറിവേഷൻ വെറും 4 സ്റ്റെപ്പിൽ ഞാൻ എഴുതിയിരിക്കുന്നു. ഈ ഡെറിവേഷൻ നിങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ചിട്ട് വേണം എക്സാമിന് കയറാൻ. വെരി ഇമ്പോർട്ടൻറ്റ് ഡെറിവേഷൻ ആണ്. പിന്നെ കെപ്ലേസിൻ്റെ ലോ ആണ്. ലോ ഓഫ് ഓർബിറ്റ്, ലോ ഓഫ് ഏരിയ, ലോ ഓഫ് പീരീഡ്. ഈ 3 ലോയും എന്താണ് നിങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ചിട്ട് വേണം പോകാൻ. അതിനുശേഷം വരുന്ന മെക്കാനിക്കൽ പ്രോപ്പർട്ടി സോളിഡ്സിനകത്ത് ഹുക്സ് ലോ എന്താണെന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഹുക്സ് ലോ എന്ന് പറയുന്നത് സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി ഒരു കോൺസ്റ്റന്റ് മൾട്ടിപ്ലൈ ചെയ്യും. ആ കോൺസ്റ്റന്റ് വിളിക്കുന്ന പേരാണ് മോഡുലസ് ഓഫ് വെലോസിറ്റി. അതിന്റെ അടിസ്ഥാനത്തിൽ 3 തരം മോഡുലസ് ഓഫ് വെലോസിറ്റി ഉണ്ട്. യങ്സ് മോഡുലസ്, ബൾക്ക് മോഡുലസ്, ഷിയർ മോഡുലസ്. ഈ 3 എണ്ണത്തിന്റെയും ഇക്വേഷൻ പഠിച്ചിട്ട് പോകണം. ഇവിടെ നിന്ന് പ്രോബ്ലം ചോദിക്കാനാണ് സാധ്യതയുള്ളത്. അതിനുശേഷം സ്ട്രെസ് സ്ട്രെയിൻ കർവ് ആണ്. ഈ സ്ട്രെസ് സ്ട്രെയിൻ കർവിന്റെ ഓരോ പോയിന്റ് നിങ്ങൾ പഠിച്ചിട്ട് പോകണം. ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞ പ്രൊപ്പോർഷണൽ ലിമിറ്റ് ആണ്. സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് ഇലാസ്റ്റിക് ലിമിറ്റ് ആണ്, അല്ലെങ്കിൽ ഈൽഡ് പോയിന്റ് ആണ്. അതേപോലെ തന്നെ 4ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത് ആണ്. ദെൻ ഇ എന്ന് പറയുന്ന പോയിന്റ് എന്ന് പറയുന്നത് ബ്രേക്ക് ഡൗൺ പോയിന്റ് ആണ്. ഈ സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ എല്ലാവരും പഠിച്ചിട്ട് പോവുക. ദെൻ നമ്മുടെ മെക്കാനിക്കൽ പ്രോപ്പർട്ടി ഫ്ലൂയിഡ്സിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം പാസ്കൽസ് ലോ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സംഗതിയാണ് പാസ്കൽസ് ലോ. അതിന് ആപ്ലിക്കേഷന് വരുന്ന ഹൈഡ്രോളിക് ലിഫ്റ്റിന്റെ ഡെറിവേഷൻ പഠിച്ചിട്ട് പോവുക. ഈ 2 ഇക്വേഷൻ പഠിക്കുക.
ഏതെങ്കിലും ഒരു ഇക്വേഷൻ പഠിച്ചാലും കുഴപ്പമില്ല. ഇത് റേഡിയസിന് ടൈമിലാണ് രണ്ടാമത്തെ ഇക്വേഷൻ എഴുതിയിരിക്കുന്നത്. പ്രോബ്ലം ചെയ്യാൻ നമുക്ക് രണ്ടാമത്തെ ഇക്വേഷനാണ് ആവശ്യമായി വരുന്നത്. ഡെറിവേഷൻ ചെയ്യുമ്പോൾ ആ 3 സ്റ്റെപ്പ് മാത്രം എഴുതിയാൽ മതിയാവും. ഫിഗറും പഠിക്കണം കേട്ടോ. പിന്നെ നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്ന നമ്മുടെ ബെർണോളിസ് പ്രിൻസിപ്പിൾ തന്നെയാണ് ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നോക്കിയിട്ട് പോകേണ്ട. ഒന്നെങ്കിൽ ബെർണോളിസ് പ്രിൻസിപ്പിൾ ആയിരിക്കും ചോദിക്കുന്നത്, അല്ലെങ്കിൽ ഇത്തവണത്തെ എക്സാമിന് ചോദിക്കുന്നത് നമ്മുടെ എക്സസ് പ്രഷർ ഇൻസൈഡ് എ ലിക്വിഡ് ഡ്രോപ്പ് ആണ്. ദെൻ തേർഡ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് നമ്മുടെ എന്താണ് ക്യാപിലറൈസ് തന്നെയാണ്. യെസ്, നോക്കടാ. അപ്പോൾ നോക്കിയേ, ഇവിടെ വർക്ക് ഡൺ എന്ന് പറഞ്ഞ കൈനറ്റിക് എനർജിക്കും പൊട്ടൻഷ്യൽ ഈക്വൽ ആണെന്ന് പറഞ്ഞ് തുടങ്ങിയിട്ട് നമ്മുടെ ആ ഡെറിവേഷൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്പുകളിൽ വളരെ ചുരുക്കി എഴുതിയിരിക്കുന്നു. ഒരൊറ്റ പേപ്പറിൽ നമ്മൾ ആ ഒരു ഡെറിവേഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. റെഡിയല്ലേ മക്കളെ? യെസ്, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ എന്ത് ചെയ്യണം? ബെർണോളിസ് പ്രിൻസിപ്പിളോട് ബന്ധപ്പെട്ട് പഠിച്ചിട്ട് വേണം പോകാൻ. ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ അടുത്തത് സ്റ്റോക്സ് ലോ ആണ്. സ്റ്റോക്സ് ലോയുടെ ഇക്വേഷൻ നിങ്ങൾ വേണം 6/8RV. ഇത് പഠിക്കാനുള്ള തന്ത്രമൊക്കെ അറിയാം. 6 വൈക്കിടങ്ങൾ 6ന്റെ പക്കത്ത് കെട്ടിയിട്ടിരിക്കുന്നു ഈറ്റ കഴിക്കാനായി. ഇനി ആ ഷോർട്ട് കട്ട് നിങ്ങൾക്ക് ലൈവിൽ പറഞ്ഞു തരുന്നതാണ്. നമ്മുടെ ഇന്നും നാളെ നടക്കുന്ന ലൈവുകളിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കയറി കഴിഞ്ഞാൽ ഇതൊക്കെ വളരെ സിമ്പിളാക്കി ഞാൻ പറഞ്ഞതാണ്. റെഡി? ദെൻ സർഫസ് ടെൻഷൻ ആണ്. സർഫസ് ടെൻഷൻ്റെ 2 ഇക്വേഷൻ ഉണ്ട്. ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് ഉണ്ട്, അതേപോലെ തന്നെ വർക്ക് സർഫസ് എനർജി പെർ യൂണിറ്റ് ഏരിയ. ഇത് രണ്ടും എന്തിൻ്റെ ഇക്വേഷൻ ആണ്? സർഫസ് ടെൻഷൻ്റെ ഇക്വേഷൻ ആണ്. ആംഗിൾ ഓഫ് കോൺടാക്ട് നിങ്ങൾ എന്ത് ചെയ്യണം മക്കളെ? ഈ ചാപ്റ്ററിനകത്ത് നോക്കിയിട്ട് പോകേണ്ടതാണ്. അതിനുശേഷം ഓർക്കുക, ഒരു എന്താണ് ലിക്വിഡ് ഡ്രോപ്പ് സ്പെറിക്കൽ ഷേപ്പ് കൈവരാൻ കാരണം സർഫസ് ടെൻഷനാണ്. പെയിന്റ് വെള്ളത്തിൽ മുക്കുമ്പോൾ അത് ഒക്കെയെടുക്കാൻ നേരത്ത് ഒട്ടിപ്പിടിക്കാൻ കാരണം സർഫസ് ടെൻഷനാണ്. ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ ഓർത്ത് വെച്ചാൽ നന്നായിരിക്കും. ദെൻ അവസാനം വരുന്ന ക്യാപിലറൈസിൻ്റെ ഡെറിവേഷൻ ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചിട്ട് പോകേണ്ടതാണ്. ഉറപ്പായും എക്സാമിന് ഞാൻ ഒരു സാധ്യത കാണുന്നു. എന്താണ്? എക്സസ് പ്രഷർ അല്ല എങ്കിൽ ചോദിക്കുന്ന ക്യാപിലറൈസ് ആണ്. ഓക്കെ, എക്സസ് പ്രഷർ ഡെറിവേഷൻ എഴുതിയിട്ടില്ല, ക്യാപിലറൈസ് ആണ് ഞാൻ കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു എക്സാമിന് എൻ്റെ മനസ്സ് പറയുന്നു എക്സസ് പ്രഷർ ചോദിക്കാം. നമ്മൾ ലൈവിൽ പറയുന്നതായിരിക്കും. റെഡി? അനോമലസ് ബിഹേവിയർ ഓഫ് വാട്ടർ ആണ്. നമ്മുടെ തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് വാട്ടറിനകത്ത് വരുമ്പോൾ കുറച്ച് പ്രോപ്പർട്ടീസ് അനോമലസ് ബിഹേവിയർ ഓഫ് വാട്ടർ നമുക്കറിയാം. 4 ഡിഗ്രി സെൽഷ്യസിൽ വാട്ടറിൻ്റെ മാക്സിമം ഡെൻസിറ്റിയും മിനിമം എന്തായിരിക്കും മക്കളെ? വോള്യൂം ആയിരിക്കും. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതാണ് അനോമലസ് ബിഹേവിയർ ഓഫ് വാട്ടർ എന്ന് പറയുന്നത്. റീജനറേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. റീജനറേഷൻ്റെ പ്രത്യേകം എന്താണ്? പ്രഷർ നമ്മൾ കൊടുക്കാൻ നേരത്ത് മെൽറ്റിംഗ് പോയിന്റ് കുറയുകയും അത് മെൽറ്റ് ചെയ്യുകയും ആ നൂല് താഴോട്ട് പോവുകയും ചെയ്യും. അതാണ് റീജനറേഷൻ എന്ന് പറയുന്നത്. ദെൻ അതിൻ്റെ എക്സ്പ്ലനേഷൻ കാര്യങ്ങളൊക്കെ ജസ്റ്റ് എന്ത് ചെയ്യുക, നിങ്ങൾ നോക്കിയിട്ട് പോവുക. ദെൻ ഹീറ്റ് ട്രാൻസ്ഫർ, 3 തരം ഹീറ്റ് ട്രാൻസ്ഫർ ഉണ്ട്. കണ്ടക്ഷൻ, കൺവെക്ഷൻ, റേഡിയേഷൻ. ഇവിടുന്ന് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ, 1 മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ഒരു സാധ്യത ഞാൻ കാണുന്നുണ്ട്. പിന്നീട് വരുന്ന സീ ബ്രീസും ലാൻഡ് ബ്രീസുമാണ്. കരക്കാറ്റും കടൽക്കാറ്റും ഡേ ടൈമിൽ ഉണ്ടാകുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. സീ ബ്രീസാണ്. നൈറ്റ് ടൈമിൽ ഉണ്ടാകുന്നത് ലാൻഡ് ബ്രീസാണ്. അതിൻ്റെ ഫിഗറാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഫിഗർ പഠിക്കുക, എന്നിട്ട് അത് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്താൽ മാത്രം മതിയാവും. പിന്നെ വരുന്ന ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആണ്. തെർമോഡൈനാമിക്സ് എന്ന ചാപ്റ്റർ നമ്മൾ എത്തിയിരിക്കുന്നു. അവസാന ചാപ്റ്ററിനകത്ത് തെർമോഡൈനാമിക്സ്, ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എല്ലാവരും പഠിച്ചിട്ട് പോവുക. വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളൊരു സിസ്റ്റത്തിൽ ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഹീറ്റ് 2 കാര്യങ്ങൾക്ക് വേണ്ടി എടുക്കുന്നത്. ഇന്ത്യൻ എനർജി കൂട്ടാനും അതേപോലെ തന്നെ എക്സ്റ്റേണൽ വർക്ക് ചെയ്യാനും വേണ്ടിയാണ് എടുക്കുന്നത്. ഐസോതെർമൽ പ്രോസസ് എന്താണെന്ന് പഠിക്കുക. അതേപോലെ തന്നെ വർക്ക് ഡൺ ബൈ ഐസോതെർമൽ പ്രോസസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഡെറിവേഷൻ ആണ്. എല്ലാ മക്കളും എന്ത് ചെയ്യണം? ഈ ഡെറിവേഷൻ പഠിച്ചിട്ട് വേണം എക്സാമിനേഷന് കയറാൻ. അതേപോലെ തന്നെ PV ഗ്രാഫ്, ഈ ഗ്രാഫ് പഠിക്കുക. ഈ ഗ്രാഫ് നോക്കിയിട്ട് ചോദിക്കും, ഇവിടെ ആർക്കാണ് വർക്ക് ഡൺ കൂടുതൽ? പറയുക അഡിയാബാറ്റിക് പ്രോസസിന്, ഐസോബാറിക് പ്രോസസിനാണ് വർക്ക് ഡൺ കൂടുതൽ. ഏറ്റവും വർക്ക് ഡൺ കുറവെന്ന് പറയുന്നത് അഡിയാബാറ്റിക് പ്രോസസ് ആണ്. ഇനി ഒരു എണ്ണം കൂടെ ഉണ്ട്, അത് ഐസോകോറിക് പ്രോസസ് ആണ്. വോളിയം കോൺസ്റ്റന്റ്, അവിടെയാണ് ഏറ്റവും വർക്ക് ഡൺ 0 എന്ന് പറയുന്നത്. ഈ 3 ഗ്രാഫിൽ വർക്ക് ഡൺ ഏറ്റവും കൂടുതൽ അത് ഐസോബാറിക്കിനാണ്, ഏറ്റവും കുറവ് അഡിയാബാറ്റിക്കിനാണ്. അതേപോലെ തന്നെ ഇതിനകത്തൊരു ഗ്രാഫും കൂടെ വരക്കാനുണ്ട്. ആ ഗ്രാഫ് വരച്ചാൽ ലുക്ക് ലൈക്ക് ദിസ്. ഈ ഗ്രാഫും കൂടെ വരച്ചു കഴിഞ്ഞാൽ ഏറ്റവും വർക്ക് എന്ന് പറയുന്നത്, കുറവെന്ന് പറയുന്നത് ഐസോകോറിക് ആണ്. ഇതാണ് ഐസോകോറിക്കിന്റെ ഗ്രാഫ് എന്ന് പറയുന്നത്. റേഡിയലുള്ള വോളിയം കോൺസ്റ്റന്റ് ആണ്. പിന്നീട് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് നോക്കിയിട്ട് വേണം കാർനോട്ട് എഞ്ചിന്റെ വർക്കിങ്ങും അതേപോലെ തന്നെ അവിടെ നടക്കുന്ന പ്രോസസ്സുകൾ എന്തൊക്കെയാണെന്നൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? നോക്കിയിട്ട് പോകണം. ഓരോ 2 എന്തൊക്കെ പ്രോസസ്സാണ് ഉള്ളത്? ഫസ്റ്റ് ഐസോതെർമൽ എക്സ്പാൻഷൻ, അഡിയാബാറ്റിക് എക്സ്പാൻഷൻ, ഐസോതെർമൽ കംപ്രഷൻ, അഡിയാബാറ്റിക് കംപ്രഷൻ. ഈ 3 പ്രോസസ്സും അവിടെ എന്താണ് നടക്കുന്നത് നിങ്ങൾ ഉറപ്പായി നോക്കിയിട്ട് പോവുക. എക്സാമിന് ചോദിക്കുന്നുണ്ട്. കാർനോട്ട് സൈക്കിൾ എക്സാമിന് എപ്പോഴും ചോദിക്കുന്നതാണ്. ദിസ് ഈസ് കാർനോട്ട് സൈക്കിൾ, PV ഡയഗ്രാം ഓഫ് കാർനോട്ട്. അപ്പോൾ മക്കളെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ക്രിസ്മസ് എക്സാമിനേഷന് പഠിക്കാനുള്ളത്. എല്ലാവരും ഇതെല്ലാം പഠിച്ചിട്ടുണ്ട് എക്സാമിനേഷന് കയറാൻ. അപ്പോൾ മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരോട് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട്, ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായും നിങ്ങൾ ഇന്നും നാളെയും നടക്കുന്ന ക്ലാസ്സുകളിൽ അറ്റൻഡ് ചെയ്യുക. 100% ഷുവർ ക്വസ്റ്റ്യനിലും അതേപോലെ സൂപ്പർ 60ൽ നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകളിലൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ തരുന്നതായിരിക്കും. അപ്പോൾ ഉഷാറായിട്ട് പഠിക്കുക, അടിപൊളിയായിട്ട് പഠിക്കുക. നമ്മൾ പഠിച്ചത് മാത്രമേ എക്സാമിനേഷന് ചോദിക്കൂ. ഓക്കെ, ബൈ ബൈ.